എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു ക്രിപ്റ്റോ സ്കാമിനെ കുറിച്ചാണ്. സോ ഇത് എനിക്ക് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ ചിരിക്കുമെങ്കിലും എനിക്ക് ഉള്ളിൽ അത് കേട്ട മൊമെന്റ്, സത്യം പറഞ്ഞാൽ ഓരോ സ്കാമുകൾ ഇങ്ങനെ കേൾക്കുന്ന മൊമെന്റ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുന്നു. ഈ പറ്റിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഒന്നും അല്ല. ഇവരെങ്ങനെ ഈ കറക്റ്റ് ഈ പൈസ ഉള്ളവരെ നോക്കി ഇവര് ട്രാപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവരൊരു ഇമോഷന്റെ പുറത്ത് പൈസ കൊണ്ട് കളയുന്നു. അതായത് 10,00,000, 15,00,000, 1,50,00,000, 4,00,000, 5,00,000 ഇങ്ങനെ ഒരുപാട് കണക്കുകള് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യമേ ഉറപ്പ് തരാം. ഈ പൈസയൊന്നും തിരിച്ച് കിട്ടത്തില്ല. അതാണ് സത്യം. കാരണം തിരിച്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ക്രിപ്റ്റോയില് ഒരു സ്കാം അല്ലെങ്കിൽ ഇവരീ കൊണ്ട് കൊടുക്കുന്ന വ്യക്തിയെ പിന്നെ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ അത്രയും മെത്തേഡ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു സൈബർ സെല്ലിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒക്കെ പോയി ചെന്ന് കംപ്ലയിന്റ് കൊടുത്താൽ പോലും ചാൻസ് വളരെ കുറവാണ് ആ ഒരു എമൗണ്ട് തിരിച്ച് കിട്ടാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രതിയെ പിടിക്കുന്ന കാര്യം. കാരണം ഈ മെജോറിറ്റി വരുന്ന സ്കാമുകളെല്ലാം വിദേശത്താണ് ഓർഗനൈസ് ചെയ്യുന്നത്. അതായത് ടെലിഗ്രാം വഴിയാണ് ഇവരെല്ലാവരും കോണ്ടാക്ട് ചെയ്യുന്നത്. ടെലിഗ്രാം വഴി. അല്ലാതെ നോർമലായിട്ട് വാട്സാപ്പ് വഴിയോ ഒരു നമ്പർ വഴിയോ ഒന്നും ആയിരിക്കത്തില്ല. ടെലിഗ്രാം സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ടെലിഗ്രാം ഉപയോഗിക്കുന്നത് നിർത്തിയ 90% സ്കാമുകൾ കുറഞ്ഞിരിക്കും. എന്നാലും ബാക്കി 10% കാണും. സോ അത് നിലനിന്ന് തന്നെ പോവും. സോ അത് ക്രിപ്റ്റോ മാത്രമല്ല, വേറെ എല്ലാം. കാരണം നമ്മുടെ ലോകത്ത് ഒരാളെ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു ക്രിപ്റ്റോ സ്കാം. അതായത് ഇതിലും ഈ വ്യക്തി എന്ന് പറയുന്നത് ക്രിപ്റ്റോയെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണ്. ക്രിപ്റ്റോയെ പറ്റി ഈ പുള്ളിക്ക് ഒന്നും അറിയില്ല. ക്രിപ്റ്റോ എന്തെന്ന് പോലും അറിയാത്തൊരു വ്യക്തി. ഈ ഒരു വ്യക്തി അതായത് ഒരു എബോവ് ഏജ്ഡ് ആയ ഒരു പ്രായമുള്ളൊരു വ്യക്തി. അതായത് ഇത് നടന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഞാൻ ബ്രോ, എൻ്റെ വാലറ്റിൽ ഏകദേശം ഇത്ര രൂപ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് അയച്ച മെസ്സേജാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വാലറ്റിൽ ഇത്രയും രൂപയുണ്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് സെല്ലാക്കി കൊടുക്കാമോ? അല്ലെങ്കിൽ ഇതൊന്ന് വിഡ്രോ ചെയ്ത് കൊടുക്കാമോ? അപ്പോൾ നോർമലി കാണുന്നൊരു വ്യക്തി $67,000 ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. $67,000 തൊട്ട് താഴെ നോക്കുമ്പോൾ USD എന്ന് കാണും. അപ്പോൾ ക്രിപ്റ്റോയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും വിചാരിക്കുന്നത്? USD. ആ ഒരു 67,000 USD എൻ്റെ അക്കൗണ്ടിലുണ്ട്. അതായത് അത്രയും വാല്യൂ ഉള്ളത് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ക്രിപ്റ്റോയെക്കുറിച്ച് അറിയാന്നുള്ള ഒരാളുടെ കയ്യിലാണ് ഇത് കിട്ടിയിരുന്നെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ക്രിപ്റ്റോ എന്ന് പറയുന്നത് ക്രിപ്റ്റോയിൽ USD എന്ന് പറയുന്ന ഒരു കറൻസി ഇല്ല. USDT ആണ് സ്റ്റേബിൾ കോയിൻ. USD എന്ന് പറയുന്നത് അത് US ഡോളറാണ്. സോ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. USDT എന്ന് പറയുന്നത് സ്റ്റേബിൾ കോയിൻ റണ്ണിങ് ഓൺ എ ബ്ലോക്ക് ചെയിൻ. അതൊരു ക്രിപ്റ്റോ കറൻസിയാണ്. USD എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളർ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കറൻസിയാണ്. സോ ഒരു രാജ്യത്തിൻ്റെ കറൻസി ഇങ്ങനെ നമുക്ക് വാലറ്റിലാക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് പിന്നെ എനിക്ക് ഓൾമോസ്റ്റ് കണ്ടതുകൊണ്ട് പിന്നെ എനിക്കൊരു വാലറ്റ് ആണെന്നത് മനസ്സിലായി. സോ ഈ ഒരു വാലറ്റ് ഏതാണെന്ന് പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ വാലറ്റ് ഏതെന്ന് പോലും പുള്ളിക്കറിയില്ല. പുള്ളി പറയുന്നു ഇത് എനിക്കൊന്ന് വിഡ്രോ ചെയ്യണം. സോ വാലറ്റ് ഏതെന്ന് പോലും അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എങ്ങനെ ഇത് വിഡ്രോ ചെയ്യാൻ പറയും? അതുമാത്രമല്ലാതെ ഞാൻ ഡയറക്റ്റ് കോൺഫറൻസ് വിളിച്ചു. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവനും വലുതായിട്ട് അറിയത്തില്ല. ഞാൻ നേരെ കോൺഫറൻസ് വിളിച്ചിട്ട് സംസാരിച്ചു. ഇത് എങ്ങനെ വന്നു? അപ്പോൾ പുള്ളി അതൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കിത് വിഡ്രോ ചെയ്യണം. അപ്പം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? സോ ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് അങ്ങ് വരെ വരുന്നത്? സോ ഇത് എന്താണെന്ന് ആദ്യം എനിക്ക് അറിയണം. സോ ഫോട്ടോ തന്നപ്പോൾ ഞാൻ ഒന്ന് നന്നായിട്ട് സൂം ചെയ്തപ്പോൾ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ ലോഗോ എനിക്ക് മനസ്സിലായി. പിന്നെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി LUSD എന്ന് പറയുന്നത്, അതായത് എല്ലിനെ അവിടെ മാറ്റി വെച്ചേക്കുന്നു. നമ്മൾ ഇപ്പുറത്തോട്ട് എടുത്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. LUSD $67,808, 56,822 ടോക്കൺ കയ്യിലുണ്ട്. ഇതിൻ്റെ വാല്യൂ ഇതെന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു? സോ ഒരുപാട് പേര് ചോദിക്കും, എൻ്റെ വാലറ്റിൽ പെട്ടെന്നൊരു കോയിൻ എന്തുകൊണ്ട് ഇത്രയും ബൂം ചെയ്യുന്നു?
അതിനെല്ലാം കാരണം കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ആ കള്ളത്തെണ്ടിയാണ്. കാരണം കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ വരുന്ന ഗ്ലിച്ചും, എറേഴ്സും ഡേറ്റ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തതുമാണ് ഇതിന് കാരണം. അതായത് കോയിൻ മാർക്കറ്റ് ക്യാപ്പും ഇപ്പോൾ എല്ലാം പൈസയുടെ പിറകിലായതുകൊണ്ട് തന്നെ പുതിയ പ്രോജക്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഒരു പ്രോജക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട് പണ്ട് ഫ്രീ ആയിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല ഫണ്ട് കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ പല പുതിയ പ്രോജക്റ്റുകളും സീഡ് സെയിലും ഈ പറയുന്ന പ്രൈവറ്റ് സെയിലൊക്കെ വച്ചിട്ട് ഫണ്ട് രൂപീകരിച്ച് അവർ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ കൊടുത്തിട്ടാണ് അവർ ലിസ്റ്റ് ചെയ്യുന്നത്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ വന്നാൽ മാത്രമേ എല്ലാ വാലറ്റിലും അതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് കാണിക്കത്തുള്ളൂ. സോ ട്രസ്റ്റ് വാലറ്റ് പോലത്തെ അല്ലെങ്കിൽ ഇത് കോയിൻ ബേസ് വാലറ്റാണ്. ഇതേപോലത്തെ വാലറ്റിലെല്ലാം വരണമെങ്കിൽ, കാരണം ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലാണ്. സോ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇങ്ങനൊരു കോയിന് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനൊരു കോയിൻ ഉണ്ട്. അതിൻ്റെ വാല്യൂ $1.5 കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കവിടെ വീണ്ടും ഡൗട്ടായി. സോ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കാണിക്കുന്നു. പക്ഷേ 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 അതിന് സപ്ലൈ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ 24 ഹവേഴ്സ് ട്രേഡിംഗ് വോളിയം കൊടുത്തിട്ടില്ല. ആകപ്പാടെയുള്ള എക്സ്ചേഞ്ചും വളരെ കുറവാണ്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയിട്ട് ഞാൻ LUSD എന്ന് സെർച്ച് ചെയ്തു. LUSD. അപ്പോൾ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ ആ ഒരു ലോഗോ വെച്ചിട്ട് ഇത് മാത്രമാണ് എനിക്ക് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? $1.35 ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷേ നമ്മൾ താഴോട്ട് വരിക. ടോട്ടൽ സപ്ലൈ 19 ബില്യൺ. പക്ഷേ മാക്സ് സപ്ലൈ ഇവിടെ കൊടുത്തിട്ടില്ല. മാർക്കറ്റ് ക്യാപ്പ് ഇവിടെ കൊടുത്തിട്ടില്ല. ഓൾ ടൈം ഹൈ, ഓൾ ടൈം ലോ നല്ല വ്യത്യാസമുണ്ട്. മാർക്കറ്റ് ഡോമിനൻസ് കൊടുത്തിട്ടില്ല. തൊട്ട് താഴോട്ട് വരിക. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ വെബ്സൈറ്റ് ഈ പറയുന്ന വെബ്സൈറ്റ് 2 എണ്ണം കാണാം. ട്വിറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ പറ്റും. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഏതൊക്കെ എക്സ്ചേഞ്ചിലുണ്ടെന്ന് നമ്മൾ നോക്കണം. സോ മാർക്കറ്റിൽ നോക്കുമ്പോൾ പാൻകേക്ക് സ്വാപ്പിൽ മാത്രമാണ് ഇത് ഞാൻ കണ്ടത്. സോ കമ്പ്യൂട്ടർ വഴി നോക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഏതായാലും കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഞാനിത് കാണിച്ചു തരാം. കാരണം ഞാൻ എങ്ങനെ ഇത് കണ്ടെത്തി. സോ ഈ വീഡിയോ ഫുള്ള് കാണുന്ന നിങ്ങൾക്കും ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ടോക്കൺസും നിങ്ങൾക്ക് ഇതേപോലെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. സോ USDT LUSD പെയറിൽ പാൻകേക്കിലുണ്ട്. ഇന്നത്തെ അതായത് 24 ഹവർ ട്രേഡിംഗ് വോളിയം വന്നിട്ടുള്ളത് $422 മാത്രമാണ്. $422 24 ഹവേഴ്സ് ട്രേഡിംഗ് വോളിയം. അപ്പോൾ അങ്ങനെയുള്ളൊരു കോയിൻ എങ്ങനെയാണ് ഈ പറയുന്ന $1.35 ആവുന്നത്? അപ്പോൾ ആലോചിച്ച് നോക്കുക, എത്ര പേരിത് ട്രേഡ് ചെയ്ത് കാണും? അപ്പോൾ എനിക്ക് വീണ്ടും ഡൗട്ട് തോന്നി. ഞാൻ ആ പുള്ളിയെടുത്ത് ചോദിച്ചു, എന്താ സംഭവം? ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി? അല്ലെങ്കിൽ ഇത് ആര് നിങ്ങൾക്ക് തന്നു? അപ്പോൾ അറ്റ് ലാസ്റ്റ് പുള്ളി പറഞ്ഞു. അത് പുള്ളി ഏകദേശം ടെലിഗ്രാമിൽ ഇതേപോലെ കണ്ട് പരിചയപ്പെട്ട ഒരു പുള്ളിക്ക് പൈസ അയച്ചു കൊടുത്തായിരുന്നു. ഇപ്പോഴല്ല, 1.5 വർഷം മുന്നേ. അതായത് ഏതോ HCL ഗ്രൂപ്പിൻ്റെ കോയിനാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിയുടെ നിന്ന് വാങ്ങിച്ചത്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ടെലിഗ്രാമിൽ കാണുന്ന ഈ അൺനോണായ ആൾക്കാരുമായിട്ട് ഇവർ സംസാരിച്ചിട്ട് ഇവരെങ്ങനെ ഈ പൈസ അവർക്ക് അയച്ചു കൊടുക്കുന്നു? എന്തിൻ്റെ ഉറപ്പിൻ്റെ പേരിൽ? ഐ ഡോണ്ട് നോ. അത് 1-2 രൂപയൊന്നും അല്ല, 14 ലക്ഷം. ഇറ്റ്സ് എ 40 ലാക്ക്. 14 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. എന്നിട്ട് 1.5 വർഷം അവരെ ഈ ഒരു വ്യക്തി കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അവർ സ്കാമർ ആയതുകൊണ്ട് തന്നെ മാന്യമായ സ്കാമറാണ് കേട്ടോ. കാരണം പുള്ളിയെ ബ്ലോക്ക് ചെയ്തിട്ടുമില്ല, ടെലിഗ്രാമിൽ നിന്ന് പോയിട്ടുമില്ല. അവർ പുള്ളിക്ക് മെസ്സേജ് അയക്കുന്നു, ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തരാം, 6 മാസം കഴിഞ്ഞ് തരാം, ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളി അവരുമായിട്ട് ഓക്കെ പറഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് പുള്ളി പറഞ്ഞു, എനിക്ക് ഈ കോയിന് വേണം, എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ തരണം എന്നൊക്കെ പറഞ്ഞ് അവരെ കുറേ ടോർച്ചർ ചെയ്യുന്ന പോലെ സംസാരിച്ചപ്പോൾ അവർ സ്വന്തമായിട്ടൊരു കോയിന് ഉണ്ടാക്കി അവരയച്ചു കൊടുത്തു. അത് ഈ ഒരു കോയിനല്ല ഈ പുള്ളിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു കോയിനല്ല ഈ പുള്ളിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതെന്ന് പറയാൻ കാരണം, ഈ ഒരു കോയിൻ അതായത് ഈ ഒരു LUSD എന്ന് പറയുന്ന സംഭവം 2023 ഓർ 24 വരെ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ട്രേഡ് ചെയ്തിട്ട് പെട്ടെന്ന് അവരുടെ ടീം തന്നെ റെഗ് പുൾ ചെയ്തുകൊണ്ട് പോയി ഈ പ്രോജക്റ്റിനെ. റെഗ് പുൾ ചെയ്ത് നശിപ്പിച്ചുകൊണ്ട് പോയ പ്രോജക്റ്റാണ്. അപ്പോൾ എനിക്ക് ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കാണിച്ചിരിക്കുന്നത് തന്നെയാണോ പുള്ളിയുടെ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ വാലറ്റിൻ്റെ റിസീവ് അഡ്രസ്സ് ചോദിച്ചു. പുള്ളിക്ക് അതുപോലും അറിയില്ല എങ്ങനെ ഒരു റിസീവ് അഡ്രസ്സ് എടുത്ത് തരണമെന്ന്. ഒരുപാട് തവണ സംസാരിച്ച് ഏകദേശം ഒരു 15-20 മിനിറ്റ് സംസാരിച്ച പിന്നെയാണ് പുള്ളി എനിക്ക് വാലറ്റിലെ റിസീവ് ID എനിക്കെടുത്ത് അയച്ചു തന്നത്. അത് വച്ചിട്ട് ഞാൻ കുറച്ച് പ്ലാറ്റ്ഫോംസിൽ അതായത് ഡെക്സ് സ്ക്രീനറിൽ പോയി BSC സ്കാനിലൊക്കെ പോയി കണ്ടുപിടിച്ചു ഈ സാധനം. അപ്പോൾ സാധനമൊക്കെ കണ്ടുപിടിച്ചു.
അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ 65,000 അല്ലെങ്കിൽ ഈ 58,000 ടോക്കൺസിൻ്റെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് $2 മാത്രം. വെറും $2, അതായത് $140. അതിൻ്റെ ലിക്വിഡിറ്റി പോലും ഇല്ലാത്ത ഒരു പ്രോജക്റ്റാണ് കിട്ടുന്നത്. സോ അൺനോൺ ആയ കോയിൻസിലൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് പോകരുത്. അറിഞ്ഞൂടാത്ത പ്രോജക്ട്സിലൊന്നും പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ ഇതേപോലത്തെ വേട്ടാവളിയന്മാരടുത്ത് പോയി ചെന്ന് പൈസ കൊടുക്കരുത്. കാരണം നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടി ഇവർ കാത്തിരിക്കുക. ഈ പുള്ളി ഇപ്പം പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ ട്രേഡിംഗ് ചെയ്ത് എനിക്ക് 14 ലക്ഷം രൂപ ലോസ്. അല്ലെങ്കിൽ ഞാൻ ക്രിപ്റ്റോ കറൻസി വാങ്ങിച്ചു, എൻ്റെ 14 ലക്ഷം രൂപ ലോസ്. ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 2-3 വീഡിയോയിലും എല്ലാ ആൾക്കാരും ഇവരുടെ കയ്യിലുള്ള പൈസ അങ്ങോട്ട് കൊടുത്ത് സ്കാമേഴ്സിൻ്റെ കയ്യിൽ പെട്ട ആൾക്കാരാണ്. ഇവരെല്ലാവരും കോമൺലി പറയുന്ന കാര്യം, എൻ്റെ കാശ് ട്രേഡിങ്ങിൽ പോയി. അപ്പോൾ ഇവരെ മക്കളെയോ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ മക്കളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പാഷനായിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താണ് ജോലി? ഞാൻ ട്രേഡറാണ്. ഓ, എൻ്റെ 14 ലക്ഷം രൂപ അതിൽ പോയി. സോ നീ അത് ചെയ്യരുത്. ഇവർ ചെയ്തത് എന്താണ്? ട്രേഡിംഗ് ആണോ? ഒരിക്കലുമല്ല. ഇവർ സ്വന്തം അറിവില്ലായ്മ കൊണ്ട് ബുദ്ധിമോശം കാണിച്ച് കണ്ണിക്കണ്ട വേട്ടാവളിയന്മാർക്ക് പൈസ അയച്ചു കൊടുത്തു. ഇതിൻ്റെ പേരല്ല ട്രേഡിംഗ്. സോ ജെന്യുവിനായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന റിയൽ ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിമാനിക്കുക. കാരണം നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്. ട്രേഡേഴ്സിന് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലും ട്രേഡേഴ്സിന് ഏറ്റവും കൂടുതൽ ലോസ് വരുന്നു എന്ന് മറ്റുള്ളവർ കാണുന്ന കാര്യം ഇത് തന്നെയാണ്. ഫാക്ട്സ് ഇതാണ്. കാരണം ആൾക്കാർ അറിഞ്ഞൂടാതെ കാണിക്കുന്ന അബദ്ധങ്ങൾ, ആൾക്കാർ അറിഞ്ഞൂടാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് വരുന്നത്. സോ ഞാൻ കുറച്ച് എടുത്ത് പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. ഞാൻ ഈ ഡെസ്ക് സ്ക്രീനറിൽ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു വ്യക്തിയെ സ്കാം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ടോക്കൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു പുള്ളിയുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് വാലറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് BNB ചെയിനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ BNB ചെയിനിൽ വന്നിട്ടുള്ള ഏതൊരു ടോക്കണും നമുക്ക് ആ അഡ്രസ്സ് ഉണ്ടെങ്കിൽ BSC സ്കാനിൽ നോക്കാം. ഇതേപോലെ നമുക്ക് ഏതൊരു നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞാലും, അതായത് ഇപ്പോൾ ഏതൊരു നെറ്റ്വർക്ക് മീൻസ് ഏതൊരു ബ്ലോക്ക് ചെയിനെ നമുക്ക് ആ ഒരു അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതാത് എക്സ്പ്ലോററിൽ കയറി വെരിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്തീരിയം ആണെങ്കിൽ എത്തീരിയത്തിൻ്റെ എത്ര സ്കാനിൽ നോക്കാം. ഇപ്പോൾ പോളിഗൺ ആണെങ്കിൽ പോളിഗൺ സ്കാനിൽ നോക്കാം. അങ്ങനെ ടോൺ ആണെങ്കിൽ ടോൺ സ്കാന്, അങ്ങനെ ഓരോ എക്സ്പ്ലോററിലും നമുക്ക് പോയി നോക്കാം. ആ എക്സ്പ്ലോറിൻ്റെ പേരറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ ഒരു പ്രോജക്റ്റിലേക്ക് തന്നെ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ BSC സ്കാനിലോട്ട് പോവാണ്. BSC സ്കാനിലേക്ക് പോയിട്ട് നമ്മുടെ ആ ഒരു വാലറ്റ് അഡ്രസ്സ് ചുമ്മാ ഇവിടെ കൊടുത്താൽ മതി. കൊടുത്തിട്ട് നമ്മളങ്ങ് സെർച്ച് ചെയ്യുകയാണ്. നമ്മളങ്ങ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഈ ഒരു വാലറ്റിൽ ഒറ്റ ടോക്കൺ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ 56,822 ടോക്കൺ, അതായത് LUSD എന്ന് പറയുന്ന ടോക്കണാണ് ഈ ഒരു പുള്ളിയുടെ വാലറ്റിൽ ഉള്ളത് ടോട്ടൽ. വേറെ ഒരു അസറ്റും ഇല്ല. സോ ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ആ ഒരു അഡ്രസ്സിൽ എത്ര ടോക്കണ് എന്തൊക്കെയാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് എല്ലാം. സോ നമ്മളിവിടെ ഇത് ക്ലിക്ക് ചെയ്യുവാണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടോക്കണിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. അല്ലാതെ ആ ഒരു പുള്ളിയുടെ വാലറ്റ് മാത്രമല്ല വരുന്നത്. ആ ഒരു ടോക്കണിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ആ ഒരു ടോക്കണിൻ്റെ ടോട്ടൽ സപ്ലൈ ഇവിടെ വരുന്നുണ്ട്. എത്ര ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ടെന്ന് വരുന്നുണ്ട്. ഇതാണ് ആ ഒരു ടോക്കണിൻ്റെ കോൺട്രാക്റ്റ്. സോ ഈ ഒരു കോൺട്രാക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ ആ ഒരു ടോക്കണിൻ്റെ കോൺട്രാക്റ്റ്, അപ്പോൾ ഇത്രയും നേരം നമുക്ക് കിട്ടിയത് ആ ഒരു പുള്ളിയുടെ വാലറ്റ് അഡ്രസ്സാണ്. അവിടെ നിന്ന് നമ്മൾ ആ ഒരു ടോക്കണിൻ്റെ കോൺട്രാക്റ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ടോക്കണിൻ്റെ കോൺട്രാക്റ്റിലേക്ക് പോയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ന്യൂ ടാബ് കൊടുക്കുക. അതായത് പുതിയൊരു ടാബിലേക്ക് അത് പോവുക. അതോടൊപ്പം പുള്ളിക്ക് ഇത് ആരയച്ചു കൊടുത്തു? 33 ദിവസം മുന്നേ ഫ്രം ടു, ഇതാണ് പുള്ളിയുടെ വാലറ്റ് അഡ്രസ്സ്. അപ്പോൾ ഫ്രം അത് നമ്മൾ എടുക്കുവാണ്. അതായത് ഈ ഒരു ടോക്കൺ ആരയച്ച് തന്നു, മനസ്സിലായില്ലേ? ടോക്കൺ ട്രാക്കറാണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ടോക്കണിൻ്റെ, അതായത് ആ ഒരു ടോക്കണിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വരുമ്പോൾ ടോട്ടൽ അവർ 47 ടോക്കൺ ഹോൾഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അതായത് ബൈനാൻസ് സ്പെക്ഡ് BUSD ഏകദേശം $1,700 ഇവിടെ വാലറ്റിൽ വച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം പല പല ടോക്കൺസ്, അതിനൊന്നും വാല്യൂ ഇല്ല വലുതായിട്ട്. ഇപ്പോൾ പാൻ കേക്കിൻ്റെ കേക്കുണ്ട് $63, പിന്നെ ഒന്നിനും വാല്യൂ ഇല്ല. പിന്നെ വന്നിട്ടുള്ളതെല്ലാം ഇതേപോലെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വച്ചിട്ടുള്ള പല പല ടോക്കൺസാണ്. ഇതിൽ ഈ LUSD തന്നെ പല ടൈപ്പ് ഈ പുള്ളിയുടെ കയ്യിലിരിപ്പുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
കാരണം ഇതിൽ ഏത് LUSD ആണ് പുള്ളിക്ക് കിട്ടിയത്. കാരണം കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇതിനെല്ലാം ഇവന്മാർ ഓരോരോ ഇത് ചെയ്ത് വച്ചിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ വാല്യൂ അനുസരിച്ച് നമ്മുടെ വാലറ്റിൽ തെറ്റായിട്ടേ കാണിക്കത്തുള്ളൂ. ഇനി NFT നോക്കുവാണെങ്കിൽ ഒറ്റ NFT മാത്രമാണ് ഇവിടെ കിടക്കുന്നത്. അതും പറ്റിപ്പാവാനുള്ള ചാൻസ് ആണ്. പിന്നെ ബാക്കി വരുന്നത് എല്ലാം പല പല ഈ പറയുന്ന സ്കാം പ്രോജക്റ്റുകളെല്ലാം. അപ്പോൾ ഇവിടെ നമുക്ക് BUSD മാത്രമാണ് ഈ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ഉള്ളത്. BUSD അത് മാത്രമല്ലാതെ ഈ ഒരു പുള്ളി ഇനി ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ നോക്കാം. ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. വേറെ ആരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ട്രാൻസാക്ഷൻസ് റെഗുലർലി നടക്കുന്ന ഒരു വാലറ്റാണ്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു അഡ്രസ്സിൻ്റെ ഉടമയാണ് പുള്ളിക്ക് അയച്ചു കൊടുത്തത്. ഇനി നമ്മൾ LUSDയിലേക്ക് പോകാം. സോ ഇതാണ് LUSD. സോ ഈ ഒരു LUSD എന്ന് പറയുന്ന ഈ ഒരു ടോക്കൺ ഇപ്പോൾ 75,000 ഹോൾഡേഴ്സ് മാക്സിമം സപ്ലൈ. ഈ ഒരു ടോക്കൺ വന്നിട്ട് 20 ദിവസം മുന്നേ ഒരു വാലറ്റിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏതോ പാവപ്പെട്ടവനെ പറ്റിച്ചിട്ടുണ്ട്. അത് വന്നിട്ട് 67,000, പിന്നെ ഒരു 12,000, 56. ഇതാണ് നമ്മുടെ ഈ ഒരു പുള്ളിക്ക് കിട്ടിയത്. ഈ 56,800 സംതിങ്. അപ്പോൾ ഇങ്ങനെ ഇത് ഓരോ ഇത്ര ദിവസത്തിനകത്ത് ഇവരെല്ലാം ഈ അയച്ചു കൊടുത്ത് പറ്റിച്ചിരിക്കുകയാണ്. ഇനി ഇനി ടോക്കൺ ഹോൾഡറിന് ഇനി ഏകദേശം 40,000 ടോക്കൺ ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവർ അയച്ചു കൊടുത്ത ആൾക്കാരെ പറ്റിച്ച് വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് ടോക്കൺ കിട്ടി, ഈ ഒരു ടോക്കണിൻ്റെ കോൺട്രാക്റ്റ് കിട്ടി, ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. ഇവിടെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ആര് കൊണ്ടുപോയി എന്ന് വെച്ചാൽ ഏത് അഡ്രസ്സിലേക്കാണ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ വേറെ ഒന്നും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടി. സോ ഇതേപോലെ നിങ്ങളുടെ വാലറ്റിലുള്ള ബാക്കി, അതായത് പണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ എന്നാൽ വാല്യൂ ഒന്നും കാണിക്കാത്ത പല ടോക്കൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി. ഈ BSC നെറ്റ്വർക്ക് ആണെങ്കിൽ ഇതിൽ തന്നെ എല്ലാം അറിയാൻ പറ്റും. അല്ലെങ്കിൽ മറ്റു നെറ്റ്വർക്കിൽ പോയി നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെക്സ് സ്ക്രീനർ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. സോ ഇത് ആപ്പല്ല, ഒരു ആപ്പാണ്. മീൻസ് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനിൽ ഒരെണ്ണമാണ്. സോ ഈ ഡെക്സ് സ്ക്രീനറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഡെക്സ് സ്ക്രീനറിലാണ് നമുക്ക് പൊതുവെ ഈ മാർക്കറ്റിൽ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന പല ടോക്കൺസിനും നമുക്കിവിടെ കിട്ടുന്നത്. അതായത് മാർക്കറ്റിൽ പല ഡിഫറൻറ്റ് ചെയിൻസിൽ വരുന്ന, അതായത് ഇപ്പോൾ എതീരിയം ആയിക്കോട്ടെ, സുയി ആയിക്കോട്ടെ, സൊലാന ആയിക്കോട്ടെ, പല, അതായത് ഏത് നെറ്റ്വർക്കിലാണെങ്കിലും ഇപ്പോൾ പുതിയൊരു മെമി കോയിൻ ആദ്യമായിട്ട് വരണമെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. സോ ഇതിൻ്റെ ഈ ഒരു ഡെക്സ് സ്ക്രീനർ മാത്രം യൂസ് ചെയ്ത് ഡെക്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് അവർ തുടക്കത്തിൽ തന്നെ പല പ്രോജക്ട്സും മേടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വിൽക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതറിയാൻ പറ്റും. ഇത് ഹൈ റിസ്ക് ആണ്. കാരണം പല പ്രോജക്ട്സും നമുക്ക് റിയൽ വേൾഡിലേക്ക് വരുത്തുപോലുമില്ല. ഇവിടെ തന്നെ വന്ന് ഇവിടെ തന്നെ ചാവാറാണ് പതിവ് പല പ്രോജക്ട്സും. കാരണം ഇതിൽ 10,000 പ്രോജക്ട്സ് വരുവാണെങ്കിൽ 10 പ്രോജക്ട്സ് മാത്രമായിരിക്കും നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ ലിസ്റ്റ് ചെയ്ത് റിയൽ വേൾഡിലോട്ട് പോകുന്നത്. ബാക്കിയെല്ലാം ജസ്റ്റ് ഒരു ഷില്ലിങ് മാത്രമാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ആ ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. സോ ഞാൻ ഓൾറെഡി അത് പേസ്റ്റ് ചെയ്ത് എടുത്ത് വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നോക്കാത്തത്. സോ ഇവിടെ ഈ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യുന്ന സമയം നമുക്കിവിടെ അറിയാൻ പറ്റും. ഇതിപ്പോൾ മെയ് 2021 ലിസ്റ്റ് ചെയ്തൊരു പ്രോജക്റ്റാണ്. അന്ന് ഈ ഒരു പ്രോജക്റ്റിന് വാല്യൂ ഉണ്ട്. ഈ ഒരു ടോക്കണിൻ്റെ ഓൾ ടൈം ഹൈ 1.60 ആണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു, ഞാൻ ചാർട്ട് 1 ഡേ ടൈം ഫ്രെയിമിലിട്ട് ഇങ്ങനെ സൂം ചെയ്ത് വച്ചേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ലെവൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ഇത് കണ്ട, ഈ ഒരു ടോക്കണിനെ നല്ല രീതിയിൽ റെഗ് പുള്ള് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ ഇത്രയും വലിയൊരു ഡൗൺ പെട്ടെന്ന് വരത്തില്ല ഒരു പ്രോജക്റ്റും. സോ ഇതിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 20 സെപ്റ്റംബർ 23 ഇത്രയും വലിയൊരു റെഗ് പുള്ളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് 0.91 നിന്ന്, കറക്റ്റ് പറയണമെങ്കിൽ ഈ പറയുന്ന 1.18 നിന്ന് റെഗ് പുള്ള് ചെയ്തതാണ് ഈ ഒരു ടോക്കൺ. അതായത് ഇവിടുന്ന് ഇവർ എന്നെ പമ്പ് ചെയ്ത് കയറ്റി, അതായത് ഫേക്ക് പമ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന 0.5 നിന്ന് 0.5 0.6 വന്ന ടോക്കൺ 27 മെയ്യിൽ വന്നതിന് ഇവർ തന്നെ പല പല ടൈമിൽ 2-3 മാസം കൊണ്ട് ബൈബാക്ക് ചെയ്ത് തിരിച്ച് കയറ്റിയിട്ട് പിന്നെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയം, ആൾക്കാരെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു സമയം. അതായത് ഇത്രയൊക്കെ കയറിയില്ല, അപ്പോൾ വീണ്ടും കയറിക്കും എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരെ ഇൻവെസ്റ്റ്മെൻറ്റെല്ലാം കൊണ്ടുവന്നിട്ട് നൈസായിട്ട് അങ്ങ് റെഗ് പുള്ള് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു റേറ്റിൽ വെച്ച് അങ്ങ് റെഗ് പുള്ള് ചെയ്തു. ഏകദേശം $1 കിടന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 4036 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 4036. അതിനെയാണ് നമ്മൾ റെഗ് പുൾ എന്ന് പറയുന്നത്. കാരണം ഇത്ര മാത്രം
ഡൗൺ അടിച്ചു. $1 നിന്ന് എത്ര ശതമാനമാണ് ആ ഒരു ടോക്കൺ, അതായത് ഒരു 0 മാറിയാൽ നമുക്ക് 1000% 1000, 10,000 അത്യാവശ്യം വലിയൊരു ലെവലിലേക്കാണ് അണ്ണന്മാർ ഇതിനെ അങ്ങ് റെഗ് പുൾ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനിത് സൂം ചെയ്ത് നിൽക്കുകയാണ്. കണ്ടോ, ഈ വാല്യൂ എനിക്ക് അത്രമാത്രം കുറച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇവിടുത്തെ ചാർട്ട് അറിയാൻ പറ്റുള്ളൂ. കണ്ടോ, ഇവിടെ ഈ ഒരു റേറ്റിലാണ് ഇപ്പം ഈ ഒരു ടോക്കണിനെ നിർത്തി ഇവർ ട്രേഡ് ചെയ്യിപ്പിക്കുന്നത്. സോ ഇവിടുത്തെ ഇപ്പം വലിയൊരു റേറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. 3012 എന്ന് പറയുന്ന റേറ്റിൽ ഇവർ തന്നെ പമ്പ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. കാരണം നോക്കിയാൽ $1,00,000 ഒക്കെ സെല്ലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സോ ഈ കുഞ്ഞു കുഞ്ഞു പ്രോജക്ട്സിനെയൊക്കെ ഇത്രയും വലിയ എമൗണ്ട് വെച്ച് ഇവർ തന്നെ ബൈ ചെയ്ത് ഇവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ സെല്ല് ചെയ്യും. അപ്പോഴത്തെ കാരണം എന്തിനാണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ വോളിയം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ കാണിക്കുന്നത് ഈ ഒരു പല പ്രോജക്ട്സിനെ. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ വാല്യൂ നോക്കാം. അതായത് ഏകദേശം $56,000 ഈ പുള്ളിക്ക് ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ നമ്മൾ നോക്കിയത്. അതായത് 56,000 ടോക്കണാണ് ഈ ഒരു പുള്ളിയുടെ കയ്യിലുള്ളത്. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ പാൻകേക്ക് തന്നെ, അല്ലെങ്കിൽ പാൻകേക്ക് പോലത്തെ ഒരു എക്സ്ചേഞ്ച് തന്നെ ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ ഇപ്പോൾ അറിയാൻ പറ്റും. സോ ഇപ്പോൾ ഒരു USDക്ക് 27,000 ടോക്കണാണ് കിട്ടുന്നത്. അപ്പോൾ എറൗണ്ട് 2 USD നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എറൗണ്ട് 54,000 ടോക്കണാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് റേറ്റ് വെച്ചിട്ട്. അതായത് $2 ഉള്ളൂ ഈ ഒരു ടോക്കൺ. ഈ പുള്ളിയുടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് 14 ലക്ഷം രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. $2 ടോക്കൺ കൊടുത്തിട്ട് 14 ലക്ഷം രൂപയാണ് ഇവർ സ്കാം ചെയ്തിരിക്കുന്നത്. അതായത് ഈ റെഗ് പുൾ അടിച്ച് ഇവിടെ എത്തിയ ഈ ഒരു ടോക്കൺ വാങ്ങിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ടോക്കൺ പുള്ളിയുടെ വാലറ്റിൽ കിട്ടിയ ടൈമൊക്കെ നമ്മൾ നോക്കിയതാണ്. എറൗണ്ട് എന്നാണ് കിട്ടിയത്? 33 ദിവസത്തിന് മുമ്പാണ് കിട്ടിയത്. അതായത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ ജനുവരി 8-ാം തീയതി. ജനുവരി 8-ാം തീയതി ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. ജനുവരി 8-ാം തീയതി ഈ ഒരു ടോക്കണിൻ്റെ വില എത്രയാണ് നമുക്ക് നോക്കാം. അതാണ്ടോ, ഏകദേശം 401806 കിടന്ന ടോക്കണാണ്. ആ ഒരു റേറ്റിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എറൗണ്ട് 56,000 ടോക്കൺ. അതായത് $2 മുടക്കി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ അത്യാവശ്യം ഇതേപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്കൊരു പുതിയൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ടോക്കൺ കിട്ടുകയെങ്കിൽ ഇതേപോലെ ആർക്കും ഈസി ആയിട്ട് ഈ പറയുന്ന ഡെക്സ് സ്ക്രീനർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇതറിയാൻ പറ്റും. ജസ്റ്റ് ഇവിടെ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. ആ ഒരു ടോക്കണിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. നിങ്ങൾക്ക് ഈ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടുന്ന് കിട്ടും. ടോക്കണിൻ്റെ കോൺട്രാക്റ്റ് LUSD കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടുന്ന് കിട്ടും. സോ ഡെക്സ് സ്ക്രീനറിലേക്ക് വരിക, ഈ സെർച്ചിലോട്ട് പേസ്റ്റ് ചെയ്യുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടോക്കണിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ എല്ലാം അറിയാൻ പറ്റും. സോ ഏതൊക്കെ പേരിലുണ്ട് എല്ലാ ഡീറ്റെയിൽസും. സോ ഇവിടെ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം. സോ ഇതിൻ്റെ ഇതാണ് അറിയുന്നത്, അതായത് കറക്റ്റ് ലിക്വിഡിറ്റി. സോ ഇപ്പോൾ ഉള്ളത് വെറും $9,000 ലിക്വിഡിറ്റി മാത്രമാണ് ഈ ഒരു ടോക്കണിനുള്ളത്. 3 വർഷം മുന്നേ വന്നൊരു ടോക്കണാണ്. ഇവർ പല പേരിൽ ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. BUSD, അതോടൊപ്പം USDT പേരിൽ വേർഷൻ 2, വേർഷൻ 3 എന്നൊക്കെ പറയുന്നത് പാൻകേക്കിൻ്റെ വേർഷൻ 2, വേർഷൻ 3 ആണ്. കാരണം പാൻകേക്ക് എന്ന് പറയുന്ന ഡെക്സിലാണ് ഇവർ ലിക്വിഡിറ്റി ആഡ് ചെയ്ത് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് യൂണിസ്വാപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സിമ്പൽ എന്ന് പറയുന്നത് യൂണിസ്വാപ്പാണ്. യൂണിസ്വാപ്പിൽ ഇന്നത്തെ വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ 24 അവർ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് $12, ലിക്വിഡിറ്റി $36. അതായത് ലിക്വിഡിറ്റി ഒന്നും അവിടെ ഇല്ല. ബാക്കി ഒരിടത്തും ഈ ഒരു ടോക്കണിന് ലിക്വിഡിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല. കാരണം ലിക്വിഡിറ്റി മീൻസ് നമ്മളിപ്പോൾ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഈ ഒരു ടോക്കൺ 56,000 ഉണ്ട്. എനിക്ക് ആ 56,000 സെല്ല് ചെയ്യുമ്പോൾ ഇവിടെ ഈ പറയുന്ന $56,000 ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് കൊടുത്തിട്ട് ബാക്കിയുള്ള USDC ഒക്കെ എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ USDTയോ BUSD ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ആകെ ഉള്ളത് 9,000 ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ടോട്ടൽ മാർക്കറ്റിലുള്ള ബാക്കി ടോക്കണിൻ്റെ അവിടെ ആഡ് ചെയ്തിട്ടുള്ള സപ്ലൈ വെച്ചിട്ട് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ വാല്യൂ അത്രയും മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ ഓരോ മെത്തേഡും യൂസ് ചെയ്ത് നിങ്ങൾ ഇതൊക്കെ നോക്കുക. ഇങ്ങനെ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. പല പ്രോജക്ട്സും പല കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റുള്ളൂ. സോ ഡെക്സ് സ്ക്രീനർ മറക്കണ്ട, BSC സ്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാമും ടെലിഗ്രാമും ട്വിറ്ററും വാട്സാപ്പും എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് കാണും വരെ സലാം.